സ്തുതി. എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. നമുക്കൊരു ചെറു കഥയിൽ നിന്ന് ആരംഭിക്കാം. ഒരു ചെറു പട്ടണത്തിൽ ദാനിയേൽ എന്നൊരു ബാലനുണ്ടായിരുന്നു. അവൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ദൈവത്തെ നേരിൽ കാണുക എന്നതായിരുന്നു. ഒരിക്കൽ അവൻ അവൻ്റെ മുത്തച്ഛനോട് ചോദിച്ചു, മുത്തച്ഛ, ദൈവത്തെ കാണാനാകുമോ? മുത്തച്ഛൻ ചിരിച്ചുകൊണ്ട് അവനോട് മറുപടി പറഞ്ഞു, കാണാം, പക്ഷേ അതിനായി ആദ്യം നിന്റെ ഹൃദയം നീ ശുദ്ധമാക്കണം. ദാനിയേലിന് അതിനർത്ഥം മനസ്സിലാകാതെ അവൻ വീണ്ടും ചോദിച്ചു, എനിക്ക് എങ്ങനെ ഒരു ശുദ്ധ ഹൃദയം ലഭിക്കും? മുത്തച്ഛൻ ഒരു പാഴായ കുപ്പിയെടുത്ത് അതിനുള്ളിൽ പഴയ തുരുമ്പ് നിറച്ചു. പിന്നീട് അതിൽ നല്ല തെളിഞ്ഞ വെള്ളം ഒഴിച്ചു. പക്ഷേ കുപ്പിയിലെ വെള്ളം മങ്ങിയതും ചെളിയേറിയതുമായി തീർന്നു. ദാനിയേലിന് അർത്ഥം മനസ്സിലായില്ല. പിന്നെ മുത്തച്ഛൻ കുപ്പിയിൽ ഉള്ള വെള്ളം മുഴുവനായി ഒഴിച്ചു കളഞ്ഞ ശേഷം അതിലെ തുരുമ്പ് മുഴുവൻ വൃത്തിയാക്കി. കുപ്പി നന്നായി കഴുകിയതിനു ശേഷം വീണ്ടും അതിനുള്ളിൽ ശുദ്ധജലം ഒഴിച്ചു. ഈ വട്ടം വെള്ളം സുന്ദരമായി തിളങ്ങുകയും ചെയ്തു. മുത്തച്ഛൻ അവനെ നോക്കി പറഞ്ഞു, നിന്റെ ഹൃദയം ഇതുപോലെയാണ്. ഇതിൽ പാപത്തിന്റെ തുരുമ്പ് നിറഞ്ഞിരിക്കുമ്പോൾ നിനക്ക് ദൈവത്തെ കാണുവാൻ കഴിയുകയില്ല. പക്ഷേ ദൈവം നിന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുമ്പോൾ നീ ദൈവത്തെ ദർശിക്കും. ദൈവത്തിന്റെ വില എന്ന് പറയുന്നത് ഒരു നല്ല ഹൃദയമാണ്. ഒരു നല്ല ഹൃദയത്തിന് മാത്രമേ ദൈവത്തെ വാങ്ങുവാൻ കഴിയൂ. വിശുദ്ധ മത്തായി 5:8 ഇപ്രകാരം പറയുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയുള്ളവർക്ക് ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാനുള്ള അതുല്യമായ കഴിവുണ്ടെന്ന് ഈ മനോഹരമായ ഉൾക്കാഴ്ച സൂചിപ്പിക്കുന്നു. ഈ കുട്ടിത്ത മനോഭാവം എങ്ങനെ നേടാം എന്നത് യാന്ത്രികമായി സംഭവിക്കുന്നതല്ല, നമ്മുടെ ജീവിതത്തിലെ ചില പ്രവർത്തനങ്ങളിലൂടെ വളർത്തിയെടുക്കേണ്ടതാണ്. സങ്കീർത്തനം 51:10 ദാവീദ് രാജാവിനെ പോലെ നാം പതിവായി നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുകയും ദൈവത്തിന്റെ ക്ഷമയും പുതുക്കലും തേടുകയും വേണം. ദൈവമേ, എന്നിൽ ഒരു നിർമ്മല ഹൃദയം സൃഷ്ടിക്കുക, എൻ്റെ ഉള്ളിൽ ഒരു സ്ഥിരമായ ആത്മാവിനെ പുതുക്കുക എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. മനുഷ്യരെന്ന നിലയിൽ നാം ഇടറാനും വീഴാനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും യാത്രയുടെ സൗന്ദര്യം ദൈവത്തിന്റെ കൃപയും ക്ഷമയും നിരന്തരം തേടുന്നതിലാണ്. ദൈവഹിതവുമായി നമ്മുടെ ഹൃദയങ്ങളെ പുനഃക്രമീകരിക്കാനുള്ള ഒരു പുതിയ അവസരം ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്നു. ഹൃദയശുദ്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ വാഗ്ദാനം നാം ദൈവത്തെ കാണും എന്നത് ആഴമേറിയതാണ്. ഈ കാണൽ ഭൗതിക കാഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് പോകുന്നു. അത് ദൈവഹിതത്തെക്കുറിച്ചുള്ള ആഴമേറിയതും അവബോധജനകവുമായ ധാരണയെ സൂചിപ്പിക്കുന്നു. ഹൃദയശുദ്ധി വളർത്തിയെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ചുറ്റുമുള്ള ലോകത്തിലും ദൈവത്തിന്റെ സാന്നിധ്യവുമായി നാം കൂടുതൽ ഇണങ്ങിച്ചേരുന്നു. പലപ്പോഴും ദോഷൈക ദൃഷ്ടി, വഞ്ചന, ധാർമ്മിക അവ്യക്തത എന്നിവയാൽ വികലമായ ഒരു ലോകത്ത് ശുദ്ധമായ ഹൃദയത്തിനായുള്ള പരിശ്രമം ഒരു സമൂലവും പരിവർത്തനാത്മകവുമായ തിരഞ്ഞെടുപ്പുമായി നിലകൊള്ളുന്നു. അതിന് പ്രതിബദ്ധത, വിനയം, ദൈവകൃപയിൽ നിരന്തരം ആശ്രയിക്കൽ എന്നിവ ആവശ്യമാണ്. എന്നിരുന്നാലും ഈ പാതയിലേക്ക് പ്രവേശിക്കുന്നവർക്ക് പ്രതിഫലങ്ങൾ അളക്കാനാവാത്തതാണ്. അത് ദൈവഹിതവുമായി യോജിച്ച ജീവിതത്തിലെ ഒരു ലക്ഷ്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ എന്നിവയിലേക്ക് നയിക്കുന്നു. അതിനാൽ ഈ നോമ്പുകാലത്ത് നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാൻ നമുക്ക് നിരന്തരം ശ്രമിക്കാം. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ദൈവത്തെ കാണുന്നതിലേക്ക് കൂടുതൽ അടുക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവത്തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.